സൃഷ്ടിയിൽ ഏറ്റവും മികവ് തെളിയിച്ചുകൊണ്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിയിരിക്കുന്നത്. പ്രമുഖ വ്യക്തികളെയും അതുപോലെ തന്നെ മറ്റ് എല്ലാ വസ്തുക്കളെയും ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുന്ന, അതിൻ്റെ പേര് വിളിച്ചു ചൊല്ലാൻ കഴിയുന്ന വിധത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചതിനാണ് 1.5 വയസ്സുള്ള കുട്ടിയെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആദരിച്ചിട്ടുള്ളത്. പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനലിൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിക്കൂട്ടൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് നിർണ്ണേണ്ട നാട്ടിലൊരു കാവിൽ ഒരു അനുമോദനം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ്. അപ്പം വയലച്ചേരി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു റിക്കുവിന് അനുമോദനം ഉണ്ടായിരുന്നത്. അപ്പം ഇതുപോലെ പോസ്റ്ററിൽ റിക്കുവിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം MLA സജീവ് ജോസഫ് സാറാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ ഞാനും റിക്കൂട്ടനും അമ്മയും അച്ഛനും അമ്മമ്മയും യേശുവും പിന്നെ നിമിഷേച്ചി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ കലവറ നിറക്കൽ ഘോഷയാത്ര ഉണ്ട് കേട്ടോ. അപ്പം നമുക്കത് കണ്ടോക്കെ.
വെണ്ടക്കെല്ലാം കൊണ്ടുപോകുന്നത് അന്നല്ല പച്ചക്കറിയില്ലേ അതാണ് മുത്തുക്കുട കണ്ടാ ആ കുട വേണ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം MLA എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 7 മണിയായിരുന്നു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാറിന് വേറെ എവിടെയോ ട്രെയിനിലൊക്കെ പോകാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ പരിപാടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തിയിട്ടുണ്ട്. അപ്പം സാർ അവിടെ കയറിയിട്ട് തൊഴുവെല്ലാം ചെയ്യുന്നുണ്ട്. ിൽ ഏറ്റവും മികവ് തെളിയിച്ചുകൊണ്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിയിരിക്കുന്നത്. പ്രമുഖ വ്യക്തികളെയും അതുപോലെ തന്നെ മറ്റ് എല്ലാ വസ്തുക്കളെയും ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുന്ന, അതിന്റെ പേര് വിളിച്ചു ചൊല്ലാൻ കഴിയുന്ന വിധത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചതിനാണ് 1.5 വയസ്സുള്ള കുട്ടിയെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആദരിച്ചിട്ടുള്ളത്. പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. പ്രിയങ്കരനായ ശ്രീ ബാലകൃഷ്ണേട്ടൻ, അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, സുഖമില്ലാതെ കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് കൂടുതൽ ആരോഗ്യത്തോടെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി ഉത്സവ അവസരത്തിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ ശക്തമായി വീണ്ടെടുക്കാൻ ദൈവത്തിന്റെ പ്രത്യേകമായ കടാക്ഷത്തിനായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഹായ് ഓൾ. അപ്പോൾ നമ്മളെ വ്ളോഗിൻ്റെ നടുവിൽ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. വേറെ നല്ല റിക്കുവിൻ്റെ ഒരു അമ്മ എന്ന നിലയിൽ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പറയണ്ടേ, അങ്ങനെ MLAൻ്റെ കയ്യിൽ നിന്ന് റിക്കുവിനൊരു അനുമോദനം, അതായത് ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട് അതിൽ. അപ്പോൾ അവിടുന്ന് ആ സമയത്ത് എനിക്കൊരു നന്ദി വാക്ക് പോലും അവിടെ പറയാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കു സ്റ്റേജിൽ ഇരിക്കുന്നില്ലായിരുന്നു. അവന് അവൻ്റെ മേമേനെ ഏട്ടനെല്ലാം കണ്ടപ്പോൾ താഴെ ഇറങ്ങി വരണമെന്നാണ്. പിന്നെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു അടുത്ത് ഞാൻ എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കരയുന്നുള്ളത്. അപ്പോൾ ഇത്രയും നല്ല ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അതായത് നല്ലൊരു കാവിലിങ്ങനെ ഉത്സവം തെറയുമെല്ലാം നടക്കുന്ന എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് അവിടെ നിന്ന് കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് വേണ്ടാന്ന് പറയാമെന്ന് ചെയ്തത്. എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും നിമിഷിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും ഇപ്പം പറയുന്നില്ല, വേണ്ട എന്ന് അങ്ങനെ ഒഴിവായതാണ്. അപ്പം നമ്മൾ ഈ ചാനൽ വഴി ഞാൻ എല്ലാവരോടുള്ള ഒരുപാട് നന്ദി പറയുവാണ്. അവിടെ വലച്ചേരി കാവിൽ, ഇവിടെ ചുഴലി, നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള ചുഴലിയിൽ നീതിരണ്ട നാട്ടിൽ തന്നെ വയലച്ചേരി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു റിക്വിൻ്റെ അവർ അനുമോദന ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ ഇൻസ്റ്റയിൽ നമ്മളെ ഈ നാട്ടിലുള്ളവർ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം വിഷമം ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലെ ഈ ഒരു ചടങ്ങൊക്കെ ഏർപ്പാടാക്കിയ അവരെ കമ്മിറ്റിയിലെ അംഗങ്ങൾക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും അവിടെ ഒരുപാട് പേര് ഇത് കാണാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നന്ദി പറയുകയാണ്. ഇത്രയും നല്ലൊരു നാട്ടുകാരെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ ഒരു വീഡിയോ വഴി പറയുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, എനിക്ക് മീൻസ് ഞാൻ അവിടെ നിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഞാൻ എന്തായാലും കരയുന്നത്. പിന്നെ അച്ഛനും അമ്മയും എല്ലാം ഉള്ളതാണ്. അമ്മയൊക്കെ ഓൾറെഡി കണ്ണ് കലങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ്
ഞാൻ കരയുന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു പൊതുവേദി വെറുതെ ഈ ഒരു ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്താ പറയണ്ടേ ഞാൻ പ്രസംഗിക്കൊന്നും ചെയ്യാഞ്ഞത്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വേറെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കാവിനെ പറ്റിയിട്ടും എന്താണ് കാവും ക്ഷേത്രങ്ങളൊക്കെ തമ്മിൽ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സമയം നമ്മൾ വേഗം ഭക്ഷണം കഴിക്കാൻ പോയി. പിന്നെ മക്കൾക്കെല്ലാം വിശക്കുന്നുണ്ടായിരുന്നു. നല്ല സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചോറും സാമ്പാറും പിന്നെന്താ കൂട്ടുകറി, നാരങ്ങക്കറി, അങ്ങനെ പച്ചടി, അങ്ങനെ എന്തൊക്കെയോ കൂട്ടിയിട്ടുള്ള ഇതുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ആരാധന പാടില്ല. കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തറയും വിളക്ക് കത്തിക്കാനുള്ള തറയും അതിനോട് അനുബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ചുറ്റും കുറേ മരങ്ങൾ, പ്രകൃതിയുമായി അത്രമേൽ ഇഴചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കാവ് എന്ന സങ്കല്പം. അവിടെ എല്ലാ ദിവസവും ആള് വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല. ഒരു വലിയ പ്രകൃതി ആരാധനയുടെ ഒരു വലിയ ചരിത്രം, പാരമ്പര്യം ഇതിന്റെ പിറകിലുണ്ട്. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ തുടങ്ങിയത് മുതൽ പ്രകൃതി ആരാധനയിലൂടെ മനുഷ്യൻ ആരാധനാ രൂപത്തിലേക്ക് വന്ന കാലത്തിലേക്ക് നമുക്ക് കാവുകളെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ആ കാവ് എന്ന സങ്കല്പം ക്ഷേത്രമാക്കി മാറ്റപ്പെടുമ്പോൾ എല്ലാ ദിവസവും ആരാധന. ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം ഇത് റിക്കു നല്ല ഫുൾ ഓൺ മൂഡിലായിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികളായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു. അവരെ ഒന്നിച്ചിട്ട് റിക്കു നല്ലപോലെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോയിൽ എടുക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു. ആ സൈഡിൽ നമ്മളെ സൗണ്ട് ബോക്സ് വെച്ചുകൊണ്ട് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ റിക്കു അവിടുന്ന് ഗംഭീര കളിയായിരുന്നു. കുറേ പേര് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി. അപ്പോൾ ഇത്രയധികം പേരുടെ മുന്നിൽ വെച്ചിട്ടൊരു സ്റ്റേജിൽ നിന്ന് ആദരവേറ്റ് വാങ്ങിയതിൽ ഒരുപാട് അഭിമാനവും സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായിരുന്നു നമുക്കെല്ലാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം സന്തോഷമാണ് എങ്കിലും മറുഭാഗത്ത് ചിന്തിക്കുമ്പോൾ അതൊരു ഭയങ്കര വിഷമം പോലെ തോന്നലുണ്ട്. ഇതൊന്നും കാണാൻ നിന്നില്ലല്ലോ, ഇപ്പം ഉണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ദൂരെ നിന്നും ഇങ്ങനെ നോക്കുന്നുണ്ടാവുമല്ലോ, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ എന്ന് മനസ്സിലേക്ക് കൂടി കടന്നു പോകുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവിടുത്തെ ദേശവാസികളെ വക, നാട്ടുകാരുടെ വക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു തിരുവാതിര ഉണ്ടായിരുന്നു, ഫ്യൂഷൻ തിരുവാതിര. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വേറെ തന്നെ അത് ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ അതിൻ്റെ മ്യൂസിക് ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് വേറെ ഏതെങ്കിലും മ്യൂസിക് ഇട്ട് കഴിഞ്ഞാലും ആ തിരുവാതിരയ്ക്ക് ഒരു ചർച്ചയില്ലാത്ത പോലെ തോന്നും. അപ്പം നോക്കട്ടെ, ചിലപ്പം ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫ്യൂഷൻ തിരുവാതിര. നല്ല കോസ്റ്റ്യൂം എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്
പാട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ കേൾക്കാത്തതിൽ നല്ല അടിപൊളി സോങ് സെലക്ഷനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഫുൾ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേങ്കിൽ ഈ പാട്ടിനനുസരിച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോന് കോപ്പിറൈറ്റ് വരും. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഇടാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സൂം ചെയ്തിട്ടെല്ലാം നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മീൻസ് നമുക്കിപ്പം വേറെ ഉള്ളവർക്കും കളിക്കണമെങ്കിൽ നമുക്കിതെല്ലാം സ്റ്റെപ്പെല്ലാം നോക്കിയിട്ട് കളിക്കെല്ലാം ചെയ്യാമല്ലോ. പക്ഷേങ്കിൽ എന്താ പറയുക, കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ നോക്കട്ടെ, പറ്റി വേറെ ഏതെങ്കിലും ഒരു മ്യൂസിക് ഉണ്ടെങ്കിൽ ഞാൻ ഇടാം എന്തായാലും കേട്ടോ. സാധാ തിരുവാതിര എന്ന് പറഞ്ഞാൽ ചിലത് നമുക്ക് കാണുമ്പോൾ ചെറിയ മടുപ്പെല്ലാം വരില്ല. ഇത് പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നല്ല രസമുണ്ട്. അവിടെ നിന്ന് കണ്ടവർക്ക് അറിയാൻ പറ്റും. എല്ലാവരും ഇങ്ങനെ നോക്കി നിന്ന് പോകില്ല, അതുപോലത്തെ ഒരു തിരുവാതിരയായിരുന്നു. ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ തിരുവാതിര കണ്ടിട്ടില്ല കേട്ടോ. നല്ല സ്റ്റെപ്പും എല്ലാം നല്ല അടിപൊളിയായിരുന്നു.
റിക്കുവിനെ അച്ഛനെ ഏൽപ്പിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അന്ന് തെറയൊന്നും ഉണ്ടായിരുന്നില്ല, പിറ്റേ ദിവസമാണ് തെയ്യം ഇറങ്ങുന്നത്. അപ്പം റിക്കു അപ്പോഴേക്ക് അവിടെ ഫുള്ള് ഓടിക്കളിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വലിയ മക്കളൊന്നും വെച്ചാൽ ഇവൻ ഓടിക്കളിക്കുന്നത്, അപ്പം അവർ ശ്രദ്ധിക്കൂലല്ലോ, അതുകൊണ്ട് തട്ടി വീന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. റിക്കു ആണെങ്കിൽ നല്ല അടിപൊളി എനർജറ്റിക്കായിട്ട് ഓടലും ചാടലും ഇല്ലായിരുന്നു. പിന്നെ നമ്മളവിടുന്ന് ഒരു ഐസ്ക്രീമെല്ലാം കുടിച്ചിട്ട് തിരിച്ച് പോവാന്ന് കേട്ടോ. അപ്പോൾ കുറേ പേര് പരിപാടി കാണാൻ വരുന്നുണ്ട്. പരിപാടി കഴിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു, വേറെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് വന്നു കേട്ടോ. വല്യപ്പാപ്പന് ആൻറ്റി എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വല്യപ്പാപ്പ റിക്കൂട്ടിന് ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ചോക്കോബാറായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഓനോട് പറഞ്ഞു, വണ്ടിയിൽ നിന്ന് കഴിക്കണ്ട, ഡ്രസ്സിലാകും, വണ്ടിയിലല്ല, നമുക്ക് വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റിക്കു ക്ഷമയോടെ കാത്തുനിന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷം ഐസ്ക്രീം ചോക്കോബാർ കോരി കുടിക്കുമെന്ന് കേട്ടോ. കുറച്ചൊന്നും മെൽട്ടായിട്ടുണ്ടായിനെ. അപ്പോൾ അതിന് റിക്കൂട്ടിന് എന്തൊക്കെയാണ് കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം ഞാൻ റിക്കൂട്ടിൻ്റെ ഡ്രസ്സിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായിന് കേട്ടോ. അപ്പോൾ ഞാനത് ഷെൽഫിൽ നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു മൊമെൻറ്റുമാണ് റിക്കൂട്ടിന് കിട്ടിയത്. പിന്നെ പൊന്നാടയില്ല, പൊന്നാട കണ്ടപ്പോൾ ഞങ്ങൾക്ക് മുണ്ടുടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഓനത് ഉടുത്തു കൊടുത്തതാണ്. അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് റിക്കു. ഭയങ്കര പൗറലാക്കി അത് പൊട്ടിട്ടില്ല നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനത് മടക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മുണ്ടുടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതാണ്. കുളിച്ച് കഴിഞ്ഞാലെല്ലാം തോർത്തെടുത്ത് നടക്കാൻ റിക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ അവൻ്റെ ഒരാഗ്രഹം അങ്ങനെ സാധിച്ചു കൊടുത്ത്. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണാതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. റിക്കു പിന്നെ അതിനുശേഷം ബിൽഡിംഗ് ബ്ലോക്കെല്ലാം വെച്ച് കളിച്ചതിന് ശേഷമാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.